നമസ്കാരം. മാന്യന്മാരുടെ കളിയായ ക്രിക്കറ്റിന് മറ്റൊരു മുഖം കൂടി ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസത്തെ ഏഷ്യ കപ്പ് വിജയ സമയത്ത് നടന്ന നാടകങ്ങളുടെ ഒരു പരമ്പര തെളിയിച്ചു. മാന്യതയൊന്നും ആരും കൈവിട്ടില്ല എന്ന് രണ്ടു കൂട്ടരും ക്ലെയിം ചെയ്യുമ്പോഴും എവിടെയൊക്കെയോ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് കായിക രംഗത്ത്. അതേക്കുറിച്ചുള്ള ഒരു പോസ്റ്റ്മോർട്ടം എന്നതല്ല, മറിച്ച് ക്രിക്കറ്റിന്റെ മാന്യതയ്ക്ക് ചേരുന്ന കാര്യങ്ങളാണോ ഫീൽഡിലും പുറത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാഷ്ട്രാന്തര ബന്ധങ്ങളെ ഇതെങ്ങനെ ബാധിക്കുന്നു? ഏഷ്യ കപ്പിന്റെ ഇന്ത്യ പാകിസ്ഥാൻ മത്സര ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ അതിനെ വിലയിരുത്തുക. ഏറെ പറഞ്ഞതാണ് സ്കോറുകളെക്കുറിച്ചും കളിയെക്കുറിച്ചും കളിരീതികളെക്കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും ഏറെ പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഏറെ കടക്കുന്നില്ല. നോക്കൂ, കസേറ ഇല്ലാത്ത കസേറ ഇരുത്തൽ ഇത് പോലീസുകാർ ഉപയോഗിക്കുന്ന ഒരു മുറയാണ്. പണ്ട് പോലീസ് സ്റ്റേഷനിൽ ഏതെങ്കിലും പ്രതിയെ കൊണ്ടുവരുമ്പോൾ അവരുടെ ശിക്ഷാരീതിയായി ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി ഒരു സാങ്കല്പിക കസേരയിട്ട് ആ കസേരയിൽ ഇരിക്കാൻ പറയുക എത്രത്തോളം ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ത്യൻ താരങ്ങൾ ഒരു തരം കപ്പില്ല കപ്പ് വാങ്ങൽ പ്രതീകാത്മകമായി അവതരിപ്പിച്ചു. പ്രതിഷേധ സൂചകമായി, മോക്കിംഗ് ആയി, പരിഹാസ രൂപേണ, സർക്കാസ്റ്റിക്കായി അവതരിപ്പിച്ചു. ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ, കപ്പ് എന്തുകൊണ്ട് ഭാരതത്തിന് ലഭിച്ചില്ല? കപ്പ് വാങ്ങാൻ അർഹതയുള്ള ഭാരതം കപ്പ് വേണ്ട എന്ന് വെച്ചതല്ല, ഇത് സ്വീകരിക്കാൻ നഖ്വിയിൽ നിന്ന് സ്വീകരിക്കാൻ മൊഹസിൻ നഖ്വി എന്ന പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയിൽ നിന്ന്, അദ്ദേഹം തന്നെയാണ് ഏഷ്യ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഇപ്പോഴത്തെ ചെയർമാൻ, അദ്ദേഹമാണ് PCBയുടെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിന്റെയും അധ്യക്ഷൻ. അദ്ദേഹത്തിൽ നിന്നും കപ്പ് വാങ്ങാനുള്ള ഒരു മാനസിക അവസ്ഥയിലല്ല ഇന്ത്യൻ ടീം. ഇത് നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഏഷ്യ കപ്പ് വിജയിയായ ഭാരതത്തിന് ആ കപ്പ് സമ്മാനിക്കാൻ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ മറ്റാരെങ്കിലും ചുമതലപ്പെടുത്തിയില്ല? ഹോസ്റ്റ് രാജ്യമായ UAE അല്ലെങ്കിൽ ദുബായിയുടെ ഭരണാധികാരി അവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അവിടെ. അവരിൽ ആരിൽ നിന്നെങ്കിലും കപ്പ് വാങ്ങിക്കാനുള്ള താൽക്കാലിക നടപടി എത്തിച്ചേരാമായിരുന്നു. പക്ഷേ പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രിയുടെ പിടിവാശി കാരണം അങ്ങനെ ഇന്ത്യയുടെ പിടിവാശി ഉണ്ടായെന്ന് അതും ചിലർ പറയുന്നുണ്ട്. ഇന്ത്യ എന്തിനു പിടിവാശി കാട്ടുന്നു? ഇത് ഔപചാരികതയുടെ പേരിലല്ലേ? ഒരു സ്വീറ്റ് റിവഞ്ച് ആവില്ലേ? പാകിസ്ഥാൻ മന്ത്രിയുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ വളരെ കവറ്റബിളായ ഏഷ്യ കപ്പ് പാകിസ്ഥാനെ ആധികാരികമായി ഒന്നല്ല രണ്ടല്ല 3 വട്ടം പരാജയപ്പെടുത്തി. ഫൈനൽ ഉൾപ്പെടെ ആവേശോജ്വലമായ മത്സരത്തിനൊടുവിൽ 146 റൺ ചേസ് ചെയ്ത് ഇന്ത്യ വിജയിച്ചു. അപ്പോൾ എന്തുകൊണ്ട് ഒരു സ്വീറ്റ് റിവെഞ്ച് എന്ന നിലയിൽ ആ കപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങി ഉയർത്തിക്കാട്ടി ആ ഒപ്റ്റിക്സ് എന്തുകൊണ്ട് ആഘോഷിച്ചില്ല? കൃത്യമായ ഉത്തരവില്ല. ഇന്ത്യ തീരുമാനിച്ചത് അദ്ദേഹത്തിൽ നിന്നും കപ്പ് വാങ്ങില്ല. പാകിസ്ഥാന്റെ ഭരണകൂടവുമായി ബന്ധമുള്ള ഒരാളുമായും ഒരു ബന്ധവും ഉണ്ടാവില്ല. കാരണം ഇന്ത്യക്കെതിരെയുള്ള ഭീകരത, അതിർത്തി കടന്നു വരുന്ന ഭീകരതയുടെ പ്രഭവ കേന്ദ്രം പാകിസ്ഥാന്റെ ഗവൺമെന്റ് തന്നെയാണ്. തീവ്രവാദികളാണ് ഹിസ്ബുൾ മുജാഹിദീനും ഹർക്കത്തുൽ മുജാഹിദീനും ലഷ്കർ തൊയ്ബയും ജയ്ഷെ മുഹമ്മദും ഒക്കെ തന്നെയാണ് ഇന്ത്യയിൽ ആക്രമണ പരമ്പര അഴിച്ചുവിടുന്നത്. എങ്കിൽ പോലും പാകിസ്ഥാൻ ഗവൺമെന്റ്, പാകിസ്ഥാൻ സൈന്യം, പാകിസ്ഥാൻ ISI ഇത് ചേർന്ന അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങളെല്ലാം നടത്തുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യ ഒരു പോരാട്ടത്തിലാണ്. ഓപ്പറേഷൻ സിന്ധൂർ കാറ്റഗോറിക്കായി നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു, ഇത് ഒരു വൺ ടൈം അഫെയർ അല്ല. 4 ദിവസത്തേക്ക് 100 മണിക്കൂറിൽ താഴെ നീണ്ടുനിന്ന ഒരു മാസ്മരിക അംഗമല്ല ഇത്. പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഭീകരരെ അയക്കുന്നിടത്തോളം കാലം തുടരുന്ന ഒന്നാണ്. തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. മെയ് മാസം 10-ാം തീയതി ഓപ്പറേഷൻ സിന്ധൂർ താൽക്കാലികമായി നിർത്തിവെച്ചു. പക്ഷേ ഇറ്റ് കണ്ടിന്യൂസ്, ദ വാർ കണ്ടിന്യൂസ്. ഒരു അപ്രഖ്യാപിത യുദ്ധമാണ്. അത് തുടരുമ്പോൾ അപ്പുറത്തെ സൈഡിലെ കായിക രംഗത്താണെങ്കിൽ പോലും ഔപചാരികതയ്ക്ക് വേണ്ടി നമ്മൾ കളിച്ചു, ജയിച്ചു. പക്ഷേ ട്രോഫി വാങ്ങാൻ കഴിയില്ല എന്ന ഇന്ത്യയുടെ നിലപാട് അതൊരിക്കൽ കൂടി ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കളിക്കളത്തിലും ഓപ്പറേഷൻ സിന്ധൂർ, രണ്ടിലും വിജയ് ഒന്നു തന്നെ ഇന്ത്യക്കായിരുന്നു. പോരാട്ടവേദിയിലും പ്രത്യേകിച്ച് സൈനിക യുദ്ധത്തിലും അതുപോലെ കായിക മാമാങ്കത്തിലും വിജയം ആധികാരികമായി ഇന്ത്യക്ക് തന്നെ എന്ന് മോദി പറഞ്ഞു. ഒരു സ്റ്റേറ്റ്സ്മാന് ചേരുന്ന വാക്കുകളാണോ അത് എന്ന ഒരു സന്ദേഹം ഉണ്ടായി. തീർച്ചയായും നമ്മൾ ദേശസ്നേഹത്തോടു കൂടി, രാജ്യസ്നേഹത്തോടു കൂടി തന്നെ പ്രധാനമന്ത്രിയുടെ വാക്കുകളെ കേൾക്കേണ്ടതാണ്. അതേസമയം തന്നെ ലോകരാജ്യങ്ങൾ ഇത് കേൾക്കുന്നു. നോക്കൂ, സ്പോർട്സിന്റെ ഒരു മാന്യതയുണ്ട്.
സ്പോർട്സിന്റെ ഉദ്ദേശശുദ്ധി, പ്രത്യേകിച്ച് ഗ്ലോബൽ സ്പോർട്ടിംഗ് ഇവന്റിന്റെ ഒളിമ്പിക്സ് ഉൾപ്പെടെ ഉള്ള കായിക ഇനങ്ങളുടെ ഉദ്ദേശശുദ്ധി എന്താണ്? രാജ്യാന്തര സൗഹൃദം, ഗ്ലോബൽ അമിറ്റി, ആ ഒരു ഗ്ലോബൽ ബ്രദർഹുഡിന് വേണ്ടിയാണ് ഒലിവ് ഇല ചിഹ്നമായി ഒളിമ്പിക്സ് നടത്തുന്നത്, അല്ലെ? കായിക മാമാങ്കം, ഏറ്റവും വലിയ കായിക മാമാങ്കമല്ലേ ഒളിമ്പിക്സ്. എത്ര രാജ്യങ്ങളാണ്. അപ്പൊ പുരാതന ഗ്രീസിലെ ഒളിമ്പിക്സ് തന്നെ ഒലിവിലയ്ക്ക് വേണ്ടി, ഒലിവില കിരീടത്തിന് വേണ്ടിയല്ലേ അവർ മത്സരിച്ചിരുന്നത്? സമാധാനത്തിന് വേണ്ടിയല്ലേ? അങ്ങനെയെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് സമാധാനത്തിന്റെ ഒരു ട്രാക്ക് ടു ഡിപ്ലോമസി കൂടിയല്ലേ? ഫോർമൽ നയതന്ത്രജ്ഞർക്ക് എത്തിച്ചേരാൻ ആവാത്ത ഇടങ്ങളിൽ അനൗപചാരികമായ നയതന്ത്രത്തിന്റെ ഭാഷയല്ലേ ക്രിക്കറ്റ് താരങ്ങൾ കൊണ്ടുവരുന്നത്? ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് എക്കാലത്തും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ? പീപ്പിൾ ടു പീപ്പിൾ കോൺടാക്ട് എൻഷോർഡ് ബൈ സ്പോർട്സ് പേഴ്സൺസ്, ബിസിനസ് ടൈക്കൂൺസ് ആൻഡ് ഓൾസോ മീഡിയ പീപ്പിൾ. ഇവർക്കൊന്നും രാഷ്ട്രീയമില്ല. ഇവർക്കൊക്കെ ഉള്ളത് സൗഹൃദങ്ങൾ മാത്രം. അതുകൊണ്ട് ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾ പാകിസ്ഥാനിലും, പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങൾ ഇന്ത്യയിലും ആരാധിക്കപ്പെടുന്ന സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ശത്രുവിന്റെ ടീമിനെയും ശത്രുതാപരമായി കണ്ടുകൊണ്ട് സമ്മാനദാന ചടങ്ങിൽ പോലും ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിക്കുന്ന ഒരു സാഹചര്യം. എന്തുകൊണ്ട് ഹസ്തദാനം? ഇതിന് രണ്ട് വശങ്ങളുണ്ട് എന്നത് ഓർമ്മിക്കാതെ അല്ല പറയുന്നത് എന്ന് ഓർക്കണം. എന്തുകൊണ്ട് ഹസ്തദാനം ചെയ്യാൻ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, why did he refuse to shake hands with പാകിസ്ഥാൻ ക്യാപ്റ്റൻ സൽമാൻ ആഗ? ഒന്നാമത്തെ മത്സരത്തിൽ തന്നെ, ഗ്രൂപ്പ് സ്റ്റേജിലെ ഒന്നാം മത്സരത്തിൽ തന്നെ ആദ്യം വന്ന വിവാദം അതായിരുന്നു. അങ്ങനെ ഹസ്തദാനം ചെയ്താൽ അതിനർത്ഥം ഓക്കെ, കളിക്കളത്തിൽ ഞങ്ങളെല്ലാം ഒന്നാണ്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലാണ്, ജനതകൾ തമ്മിൽ ബന്ധമില്ല, പക്ഷേ കളിക്കളത്തിൽ ഞങ്ങൾ ഒന്നാണ്. എന്ത് സന്ദേശമാണ് രാജ്യത്തിന് കൊടുക്കുക? പഹൽഗാമിൽ വീണ ചോര, നിരപരാധികളുടെ രക്തം, അവരുടെ ഫാമിലീസ്, അവരുടെ വികാരങ്ങൾ വ്രണപ്പെടില്ലേ? അതുകൊണ്ട് ഹസ്തദാനം ചെയ്യാൻ വിസമ്മതിക്കുന്നു. ഇനിയാണ് കമന്റേറ്റർ അല്ലെങ്കിൽ ടോസിന് ശേഷം ബാറ്റിംഗ് ആണോ ബൗളിംഗ് ആണോ തിരഞ്ഞെടുക്കുന്നത്, എന്താണ് തീരുമാനം എന്നൊക്കെ പറയുന്ന ഒരു ചടങ്ങുണ്ട്. പലപ്പോഴും അതിന്റെ ഒരു മാച്ച് ഓർഗനൈസ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രസന്റർ രവിശാസ്ത്രിയാണ്. പൊതുവെ അദ്ദേഹമാണ് ഏറ്റവും അധികം മാച്ചുകൾ, ഇന്ത്യ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മാച്ചുകൾ ഒക്കെ ആ ഒരു കാർമ്മികത്വം വഹിക്കുന്നത്. അദ്ദേഹത്തോട് സംസാരിക്കാൻ പാകിസ്ഥാൻ ക്യാപ്റ്റൻ വിസമ്മതിക്കുന്നു. അങ്ങനെ വഖാർ യൂനിസിനെ കൊണ്ടുവരേണ്ടി വരുന്നു. ഇന്ത്യൻ ക്യാപ്റ്റനുമായി രവിശാസ്ത്രിയും പാകിസ്ഥാൻ ക്യാപ്റ്റനുമായി വഖാർ യൂനിസ്, മുൻ പാകിസ്ഥാൻ പേസ് ബൗളറാണ്, വഖാർ യൂനിസും സംസാരിക്കുന്നു. കമന്ററി ബോക്സിൽ പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. വാസിം അക്രം പാകിസ്ഥാന്റെ പഴയ പേസ് ബോളറാണ്, രവിശാസ്ത്രി ഇന്ത്യയുടെ മുൻനിര താരമായിരുന്നു, ഇപ്പൊ കമന്റേറ്ററാണ്. അവർക്ക് തമ്മിൽ പ്രസ് ബോക്സിൽ ഇരുന്നു കൊണ്ട് വലിയ രീതിയിൽ കാര്യങ്ങൾ കളി വിശകലനം ചെയ്യുന്നു. അതിനൊന്നും കുഴപ്പമില്ല. പക്ഷേ കളിക്കളത്തിൽ ഒരു രീതിയിലും ഒരു സഖ്യവും വേണ്ട. ടോസ് കഴിഞ്ഞുള്ള സമ്മേളനത്തിൽ പോലും, ഇനി ഇത് കഴിഞ്ഞുള്ള വാർത്താ സമ്മേളനത്തിലോ വലിയ രീതിയിലുള്ള ഒരു വാക്ഷരങ്ങൾ എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഊഷ്മളമായിരുന്നില്ല കാര്യങ്ങളുടെ കിടപ്പ് വശം. ഇനി കളത്തിലേക്കൊന്ന് നോക്കാം. ഈ ഒരു ഫീൽഡർ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്യുമ്പോൾ അദ്ദേഹത്തെ കാണികൾ, ഇപ്പം UAE-യിലാണെന്ന് ഓർക്കണം, ദുബായിയുടെ വേദിയിലൊക്കെ വലിയ അച്ചടക്കത്തോടു കൂടി കാണികൾ പെരുമാറേണ്ടതാണ്. എങ്കിലും കാണികളുടെ ഭാഗത്ത് നിന്ന് ചെറിയ രീതിയിലുള്ള ചില സംസാരങ്ങൾ ഉണ്ടായി. അത് ഈ ബൗണ്ടറി ലൈനിൽ ഫീൽഡ് ചെയ്തിരുന്ന റൌവിനെ, പാകിസ്ഥാൻ താരത്തെ അലോസരപ്പെടുത്തി. അദ്ദേഹം ആംഗ്യം കാണിക്കുകയാണ്. ഒരു പ്ലെയിൻ ഇങ്ങനെ പറന്നു, പെട്ടെന്ന് പ്ലെയിൻ തകരുന്നു, താഴെ പോകുന്നു. അപ്പം ഇന്ത്യയുടെ 4-5 വിമാനങ്ങൾ പാകിസ്ഥാൻ വെടിവെച്ചു വീഴ്ത്തി എന്ന പാകിസ്ഥാന്റെ അവകാശവാദം ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് റൌഫ് ചെയ്തത്. അപ്പം ഇന്ത്യൻ താരങ്ങൾ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണ്? പല രീതിയിൽ പ്രതികരിച്ചു. ബുംറ, സാധാരണ ജസ്പ്രീത് ബുംറ ഇന്ത്യയുടെ വജ്രായുധമാണ്. അദ്ദേഹം ഒരു മാച്ച് വിന്നർ കൂടിയാണ്. അദ്ദേഹം വളരെ ശാന്തനാണ്, മാന്യതയുടെ പ്രതിരൂപമാണ്. അദ്ദേഹം പോലും ഒരു വിക്കറ്റ് എടുത്ത്, റൌഫിന്റെ വിക്കറ്റ് അദ്ദേഹം എടുത്ത ശേഷം അദ്ദേഹവും കാണിച്ചു ആംഗ്യം. പ്ലെയിൻ പറന്നു വരുന്നു, പെട്ടെന്ന് താഴെ പോകുന്നു. ഇതൊക്കെ ആശാസ്യമാണോ എന്ന് ചോദിച്ചാൽ ഒരു ആംഗ്യത്തിൽ എന്തിരിക്കുന്നു? അതിനെ സ്പോർട്ടീവായി എടുത്താൽ പോരെ എന്നൊക്കെ ചോദിച്ചാലും കളിക്കളത്തിനുള്ളിലും കളിക്കാർ പുലർത്തേണ്ട ചില മിനിമം സോബ്രിറ്റി ഉണ്ട്. മാന്യത എന്നതല്ല, ഒരു സോബറായിരിക്കണം. ഒരു നിർദോഷമായ ഫലിതത്തിന് വലിയ കുഴപ്പങ്ങളില്ല. പക്ഷെ ഇത് നാനാർത്ഥങ്ങളുള്ള രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധത്തെ, ഈ പോരാട്ടത്തെ ഒരിക്കൽ കൂടി കളിക്കളത്തിൽ ഓർമ്മപ്പെടുത്തുന്ന കാണികളെ, എത്ര ലക്ഷങ്ങളാണ്, കോടികളാണ് ടെലിവിഷനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്, നേരിട്ട് കാണുന്നത്, ഇവരെല്ലാം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്ന ആ ഒരു സംഭവം വളരെ 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 അൺഫോർച്ചുനേറ്റ് ആണ് എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് എന്താണ് ഇതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു സൂചന?
നോട്ട് എവറിഥിങ് ഈസ് ഹങ്കി ഡോറി. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ബന്ധം ഉണ്ടാകണമെങ്കിൽ രണ്ട് ജനതകൾ തമ്മിൽ ഒരുമിക്കുന്ന എന്തെങ്കിലും ഒരു കോമൺ ത്രെഡ് ഉണ്ടാകണം. ഒരുപോലെ പാകിസ്ഥാനും ഇന്ത്യയും വൈകാരികമായി കാണുന്ന മതത്തിന് തുല്യമായ ആരാധകരുള്ള ഒരു കായിക ഇനമാണല്ലോ ക്രിക്കറ്റ്. ഇറ്റ്സ് റിലിജ്യൻ ഇൻ ഇന്ത്യ, ഇറ്റ്സ് റിലിജ്യൻ ഇൻ പാകിസ്ഥാൻ. അതായത് ഔപചാരികമായ മതങ്ങൾക്കുപരിയായ ഒരു മതമാണ്, മനുഷ്യനെ ഒന്നിപ്പിക്കേണ്ട മതമാണ് ക്രിക്കറ്റ്. ആ മതത്തെ അങ്ങനെ കാണാതെ അതിനെ രാഷ്ട്രീയമായ അല്ലെങ്കിൽ ചരിത്രത്തിൽ വന്ന പുഴുക്കുത്തുകൾ അത് എന്നും കാണും. ഇന്ത്യക്ക് ഹർട്ട് ഫീലിംഗ് എന്നും കാണും. പാകിസ്ഥാനും ഉണ്ടാകും ആ ഹർട്ട് ഫീലിംഗ്. അത് വീണ്ടും 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 മുറിവിൽ എണ്ണ അല്ലെങ്കിൽ മുളക് അരച്ചു പുരട്ടുന്നതിന് തുല്യമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ? അതാണ് ചോദ്യം. എൻ്റെ ഉത്തരം കൂടി കേട്ടുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം. ഇതെല്ലാം കുറെ ചോദ്യങ്ങളാണ്, ഇതിനൊരു ഉത്തരം വേണമല്ലോ. യഥാർത്ഥത്തിൽ പരിഹാരം അകലെയാണ്, അത് നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ നിലവിൽ മാനേജിങ് ദ ഇഷ്യൂ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇന്റൻസിഫൈങ് ദ ഇഷ്യൂ അല്ല, മാനേജിങ് ദ ഇഷ്യൂ ഒന്ന് മാനേജ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് ഡോണ്ട് എവർ കോംപ്ലിക്കേറ്റ് കൂടുതൽ മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നത് ശരിയല്ല. നോക്കൂ, ശീതയുദ്ധകാലത്ത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള പ്രത്യയശാസ്ത്രപരമായ വ്യതിയാനങ്ങൾ ഇവിടെയെല്ലാം മത്സരത്തിലേക്ക് കൊണ്ടെത്തിച്ചു ആയുധ പന്തയം. കൂടുതൽ സ്റ്റോക്ക് പൈലിംഗ് ഓഫ് ദ ന്യൂക്ലിയർ ആംസ് ആൻഡ് കൺവെൻഷണൽ ആംസ് ബൈ ബോത്ത് സോവിയറ്റ് സൈഡ് ആൻഡ് അമേരിക്കൻ സൈഡ്. അത് മാത്രമല്ല, ലോകത്തെ രാജ്യങ്ങളെ വലവീശി പിടിച്ച ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം ഇത് ധ്രുവലോകമായി മാറുന്നു. അമേരിക്കൻ അനുകൂല ചേരി എന്ന രീതിയിലും സോവിയറ്റ് അനുകൂല ചേരി എന്ന രീതിയിലും അത് സംഘടിപ്പിക്കപ്പെട്ടു. ലോകവേദികളിൽ അവരെ പരസ്പരം ഏറ്റുമുട്ടി. ഒളിമ്പിക്സ് ആയിരുന്നു കായിക മേഖലയിൽ അവർ ഏറ്റുമുട്ടിയ ഒരു വലിയ ഒരു വേദി. ഒളിമ്പിക്സിൽ ആരാവും ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടുക? റഷ്യയും അമേരിക്കയും തമ്മിൽ റഷ്യയല്ല, ഇന്നത്തെ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ കടുത്ത മത്സരം നടന്ന വേദിയാണ്. അതൊക്കെ ആരോഗ്യപരമല്ല എന്ന് പറയുന്നില്ല, പക്ഷെ ബഹിരാകാശത്ത് മത്സരം ഉണ്ടായി. ബഹിരാകാശത്ത് ആരാകും ആദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് അയക്കുന്നത്? സോവിയറ്റ് യൂണിയൻ. അങ്ങനെ യൂറി ഗഗാറിനെ ബഹിരാകാശത്തേക്ക് വിട്ടു. മറുപടി കൊടുത്തു അമേരിക്ക ഉടനടി. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചുകൊണ്ട് അമേരിക്ക അതിന് മറുപടി കൊടുത്തു. അപ്പൊ സ്പേസായി മറ്റൊരു പോരാട്ട രംഗം. അതുകൊണ്ട് കൂടുതൽ രംഗത്തേക്ക് സ്പോർട്സ് ഉൾപ്പെടെയുള്ള കൾച്ചർ ഉൾപ്പെടെയുള്ള കൂടുതൽ രംഗത്തേക്ക് പോരാട്ടം വ്യാപിപ്പിക്കണോ, അതോ മുറിവുകൾ ഉണക്കാനുള്ള ശ്രമങ്ങൾക്ക്? ഡൊണാൾഡ് ട്രംപിന്റെ ശ്രമം എന്ന് പറയുന്നില്ല, അദ്ദേഹത്തിന് ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഉണ്ടാവും. നമ്മുടെ ബൈലാറ്ററലിസം, ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള വിഖ്യാതമായ പോളിസിയായ ബൈലാറ്ററലിസം, ഉഭയകക്ഷി പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉഭയകക്ഷി അടിസ്ഥാനത്തിൽ അത് ചർച്ച ചെയ്ത് മുറിവുകൾ ഉണക്കുക. അപ്പൊ കാശ്മീരിനെ മാറ്റി നിർത്തി എന്റെ സജഷൻ ഇതാണ്: കാശ്മീർ വിഷയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഉഭയകക്ഷി വിഷയം അല്ല. ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമായ കാശ്മീരിനെ കുറിച്ച് ചർച്ചയില്ല എന്ന ഇന്ത്യയുടെ നിലപാട് പാകിസ്ഥാൻ അംഗീകരിച്ചേ മതിയാവും. ബാക്കി ഏത് വിഷയത്തിലും ചർച്ചകൾ നടത്താം. അതിനുള്ള വഴി ഒരുക്കുന്നതിന് വേണ്ടി ഏറ്റവും നല്ല ഇടമാണ് ക്രിക്കറ്റ് ഡിപ്ലോമസി. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ട്രാക്ക് 2 നയതന്ത്രത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിക്കണം. ഇന്ത്യൻ സിനിമകൾ കൂടുതലായി പാകിസ്ഥാനിൽ സ്ക്രീൻ ചെയ്യണം. പാകിസ്ഥാൻ സിനിമകൾ ഇന്ത്യയിൽ കൂടുതലായി പ്രദർശിപ്പിക്കണം, കാണണം. സിനിമാ താരങ്ങൾ പരസ്പരം എന്താണ്, ആരാധകർ രണ്ട് ഇടത്തുമുണ്ട്. മനസ്സിലാകുന്ന ഭാഷയല്ലേ? ഹിന്ദിയും ഉറുദുവും ഒക്കെ സഹോദര ഭാഷകളല്ലേ? മനസ്സിലാവില്ലേ? മലയാളിക്ക് ഒരു പക്ഷെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരും ഉറുദു. പക്ഷേ വടക്കേ ഇന്ത്യയിലെ ജനങ്ങൾക്ക്, മഹാഭൂരിപക്ഷം വരുന്ന ഇന്ത്യക്കാർക്ക് പാകിസ്ഥാൻ സംസാരിക്കുന്ന ഭാഷ മനസ്സിലാവും. ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഹിന്ദി ഉൾപ്പെടെയുള്ള ഹിന്ദുസ്ഥാനി മനസ്സിലാവാതിരിക്കില്ല. സഹോദര ഭാഷകളാണിത്. അപ്പൊ ആ സംസ്കാരം തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം വേണ്ടേ? ഈ ചിന്ത പ്രാവർത്തികമാകണമെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾ, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സംയമനത്തോടുകൂടി പക്വമായി പ്രതികരിക്കേണ്ട ആവശ്യമുണ്ട്. അല്ല എങ്കിൽ ആത്മനിർഭർ ഭാരത്, സെൽഫ് റിലയന്റ് ഇന്ത്യ, നല്ല ആശയമാണ്. വികസിത് ഭാരത് ബൈ 2047, സ്വാതന്ത്ര്യാനന്തരം 100 വർഷം കഴിയുമ്പോൾ വികസിത ഭാരതമാകും. വികസിത ഭാരതത്തിന് ചില മൂല്യങ്ങൾ കൂടിയുണ്ട്. ഇന്ത്യ ഈസ് എ സിവിലൈസേഷണൽ പവർ ഓൾസോ. നമ്മുടെ സോഫ്റ്റ് പവറിനെ കുറിച്ച് ഊറ്റം കൊള്ളുന്നു. സമാധാനമാണ് ബുദ്ധമതം, അല്ലെ? ബുദ്ധമതം നമ്മുടെ സോഫ്റ്റ് പവറാണ്. ഹിന്ദുയിസം ഹിന്ദുത്വം എന്ന ബിജെപിയിലുള്ള ഹിന്ദുത്വം അല്ല, ഹിന്ദുയിസത്തിന്റെ സോഫ്റ്റ്വെയർ സൈഡ് എല്ലാവരെയും ഉൾക്കൊള്ളുന്നു. വസുധൈവ കുടുംബകം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഇക്കോളജിക്കൽ കോൺസെപ്റ്റ് ആണ്. അതിനൊരു വിശ്വമാനവികതയുടെ ഒരു പരിവേഷം കൂടിയുണ്ട്. നമ്മുടെ ആയുർവേദ, നമ്മുടെ യോഗ, ഹെൽത്ത് ആൻഡ് ട്രീറ്റ്മെന്റ് റെജിമൻ ആണ്. ഇതെല്ലാം തന്നെ ലോക ശ്രദ്ധ ആകർഷിക്കുന്ന സമയമാണ്. ഇന്ത്യൻ ഡയസ്പോറ ലോകത്തെല്ലായിടത്തും വിന്യസിച്ചു നിൽക്കുന്നു. ഇന്ത്യക്കൊരു മെച്ചപ്പെട്ട പ്രതിച്ഛായയുണ്ട്. ഇന്ത്യയുടെ ക്വാളിറ്റി ഹ്യൂമൻ റിസോഴ്സിനെ കുറിച്ച് മുൻപെന്നത്തെക്കാളും കൂടിയ
മതിപ്പ് ലോകരാജ്യങ്ങൾക്ക് ഉണ്ട്. ആ മതിപ്പിനോട് ചേർന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ കായിക ഫീൽഡിലും രാഷ്ട്രീയ തലത്തിലും ഉണ്ടാകുമ്പോൾ ലോകം കൂടുതൽ ഗൗരവത്തോടു കൂടി ഇന്ത്യയെ എടുക്കും. അതേസമയം ഇന്ത്യ വിട്ടുവീഴ്ച ചെയ്യാനും പാടില്ല. ചില കാര്യങ്ങൾ, ചില പ്രിൻസിപ്പിൾസിൽ വിട്ടുവീഴ്ച ചെയ്യാനാവില്ല. പാകിസ്ഥാനുമായി തീവ്രവാദത്തിന്റെ കാര്യത്തിൽ യാതൊരു നീക്കുപോക്കുമില്ല എന്ന കാട്ടകം നിന്നെങ്കിലേ പറ്റൂ. പക്ഷേ ചില അവസരങ്ങളിൽ സ്പോർട്സ് വേദികളിൽ ഉൾപ്പെടെ സംയമനം പാലിക്കുകയും ലോകരാജ്യങ്ങളുടെ മുന്നിൽ പൊളിറ്റിക്കലി കറക്റ്റായ നിലപാടുകൾ പറയുകയും ചെയ്യുക എന്നതാണ് ബുദ്ധിപരമായ സമീപനം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് രാജ്യാന്തര ബന്ധങ്ങളെ, മുറിപ്പെട്ട മനസ്സുകളെ വിളക്കി ചേർക്കാനുള്ള ക്രിക്കറ്റിന്റെ മാസ്മര ശക്തി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.